അസ്വം റളിയല്ലാഹു അൻഹു പറയുന്നു, ഉസ്താദെ, അങ്ങയിൽ നിന്ന് കിട്ടിയ രണ്ടാമത്തെ ഉപദേശം ഏതാണ്? മഹാനവരകൾ പറയുന്നു, ഇന്നി റഅയ്തുൽ ഖൽഖ യഖ്തദൂന അഹ്വാഅഹും. അതേ, ഞാൻ ദുനിയാവിലേക്ക് ഇങ്ങനെ ജനങ്ങളിലേക്ക് നോക്കുമ്പോ എത്രയെത്ര മനുഷ്യന്മാരാണ്, എത്രയെത്ര ജനങ്ങളാണ് അവരുടെ സ്വന്തം ശരീരത്തിൻ്റെ ഇച്ഛകൾക്ക് അവർ വഴിപ്പെടുകയാണ്. അവർ അനുസരിക്കുന്നത് ശരീരത്തിൻ്റെ താല്പര്യങ്ങളെയാണ്. ശരീരം പറയുന്ന താല്പര്യങ്ങളെ അവർ നല്ലപോലെ സംരക്ഷിക്കുന്നു. വയുബാദിറൂന ഇലാ മുറാദാതി അൻഫുസിഹിം. സ്വന്തം ശരീരങ്ങളെ നന്നായി പരിഗണിച്ച് ആ ശരീരത്തിന് വേണ്ടതെല്ലാം അവർ അതാ ചെയ്തു കൊടുക്കുന്നു. ഇത് കണ്ടപ്പോൾ ഫതഅമ്മൽതു ഖൗലഹു തആല, ഞാൻ അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിലെ ഒരായത്തങ്ങ് ഓർത്തു. എന്താ അല്ലാഹു തആല പറഞ്ഞത്? വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി. അതേ, ഞാൻ എങ്ങനെയാണ് എൻ്റെ റബ്ബിൻ്റെ അടുത്ത് നിൽക്കുക, ഞാൻ എങ്ങനെയാണ് റബ്ബിൻ്റെ അടുക്കൽ നിൽക്കുക, അള്ളാഹുവിനെ എങ്ങനെയാണ് കാണുക എന്നുള്ള ഒരു പേടി, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അവൻ്റെ മനസ്സിലുണ്ടായാൽ, അതുപോലെ തന്നെ വനഹൻ നഫ്സ അനിൽ ഹവാ, സ്വന്തം ശരീരത്തിൻ്റെ ഇച്ഛകളോട് അവനിക്ക് വിരോധമുണ്ടായാൽ, ശരീരത്തിൻ്റെ ഇച്ഛകളാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസ്ഹിമാ വഇൻഹുമാ മഹലാകൻ നുസ്ഹ ഫത്തഹിമീം. ശൈത്വാനും മറ്റൊന്ന് നിന്റെ ശരീരവുമാണ് നിന്റെ ശത്രുക്കൾ. അവിടെ തന്നെ ശൈത്വാനെ പറയുന്നതിന് മുമ്പ് തന്നെ സ്വന്തം ശരീരത്തെക്കുറിച്ച് അവിടെ പറഞ്ഞു. എന്താ കാരണം? ശൈത്താനേക്കാൾ വലിയ ശത്രുവാണ് നമ്മുടെ സ്വന്തം ശരീരം. ആ ശരീരം തെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളോട് പറയുന്നു, നിരന്തരം പറയുന്നു. പറയുമ്പോൾ നമ്മൾ ശരീരത്തിന് വഴിപ്പെടരുത്, ശരീരത്തിൻ്റെ താല്പര്യങ്ങൾക്ക് നിന്ന് കൊടുക്കരുത്. ആ ശരീരത്തിൻ്റെ ഇച്ഛകൾക്ക് എതിരാകാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ശരീരം പലതും പറയും. സുബഹിൻ്റെ സമയത്ത് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ പള്ളിയിൽ നിന്ന് അസ്വലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിനേക്കാൾ നിസ്കാരം ഉത്തമമാണെന്ന് നമുക്ക് ഭക്ഷണവും വെള്ളവും ആരോഗ്യവും സർവ്വതും തന്ന രാജാവായ റബ്ബ് അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ നിശ്ചയിച്ച പ്രതിനിധികൾ വിളിക്കുമ്പോൾ, ആ റബ്ബിൻ്റെ വിളി വരുമ്പോൾ നമ്മുടെ കാതുകളിലേക്ക് ആ ബാങ്കിൻ്റെ ശബ്ദം കേൾക്കുമ്പോ ഒന്നുകൂടി അതാ നമ്മുടെ ശരീരത്തെ പുതപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഞെളിഞ്ഞ് അമരുന്ന മനുഷ്യനില്ലേ, അവൻ ശരീരത്തെ വഴിപ്പെടുന്നവനാണ്, ശരീരത്തിൻ്റെ ഇച്ഛകൾക്കനുസരിക്കുന്നവനാണ്. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, ശരീരത്തിൻ്റെ ഇച്ഛകൾക്ക് നമ്മൾ എതിരാകണം. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ശരീരത്തിൻ്റെ ഇച്ഛകളോട് എതിരാകുന്നവരുടെ സ്വഭാവം എന്താണ്? തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ, അവർക്കതാ വിരിപ്പുകളിൽ കിടക്കകളിൽ അവർക്ക് ജീവിതം കൊള്ളുന്നില്ല, കിടക്കാൻ കഴിയുന്നില്ല. ഒരൽപ്പം ഉറങ്ങിയാൽ പെട്ടെന്ന് ഞെട്ടി ഉണരുന്നു അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്. അവരതാ നിസ്കാരത്തിലേക്ക് തഹജ്ജുദിലേക്ക് അവരിങ്ങനെ ഉണരുകയാണ്. അവർക്ക് ഉറക്കം കൊള്ളുന്നില്ല, കാരണം ഉറക്കിലും അവർക്ക് ചിന്ത വരുന്നത് അല്ലാഹുവിനെയാണ്. രാത്രി സമയത്തും അവർ അല്ലാഹുവിലേക്ക് അതാ അടുക്കുന്നു, അല്ലാഹുവിനെ ചിന്തിക്കുന്നു, അല്ലാഹുവിലേക്ക് അവരടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. സ്വന്തം ശരീരത്തിൻ്റെ ഇച്ഛകളോട് എതിരാവുക,
അങ്ങനെ എതിരായാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, സ്വർഗം അവന്റെ പാർപ്പിടമാണ്. ഒരു കാമല് നിന്നിട്ടൊരു ഹത്തം തീർത്തോവർ, ഒരു ചൊൽ മുതലായി മൂവാണ്ട് പാർത്തോവർ. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അതാ ഇരുന്നിങ്ങനെ ഖുർആൻ ഓതുകയാണ്. രാത്രി നീണ്ട നിസ്കാരമല്ലേ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനിക്ക് രാത്രി നീണ്ട നിസ്കാരമാണ്. പകൽ സമയത്ത് രാവിലെ എഴുന്നേറ്റ് അതാ രാവിലെ ഖുർആൻ ഇങ്ങനെ ഓതാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇരിക്കുന്ന സമയത്ത് ഉറക്കം വരുന്നു. ഉറക്കം വരുമ്പോൾ നമ്മൾ ഖുർആൻ അങ്ങ് മടക്കി വെച്ച് മുസ്ഹഫ് മടക്കി വെച്ച് നമ്മൾ പോയി കിടന്നുറങ്ങും. പക്ഷേ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഗൗസുൽ ആലം പറഞ്ഞു, ശരീരമേ ഉറക്കം വരുന്നുണ്ടോ? ഉറങ്ങാൻ വിടൂല. ശരീരത്തിന്റെ ഇച്ഛകളോട് എതിരാവുകയാണ്. നീ ഉറക്കം വരുമ്പോൾ, നിനക്ക് ഉറക്കം വരുമ്പോൾ ഉറങ്ങാൻ അനുവദിക്കൂല. നിന്ന് ഖുർആൻ ഓതുന്നു. നിന്ന് ഖുർആൻ ഓതുമ്പോഴും ഉറക്കം വരുന്നു. അപ്പോഴതാ ഒരു കാല് ഉയർത്തിപ്പിടിച്ച് ഒറ്റ കാലിൽ നിന്നു. എന്തിനു വേണ്ടി? ഒരു കാലിൽ നിന്ന് ഉറക്കം വരുമ്പോ വീണ്, ചിലപ്പോ ഉറക്കം വന്നാ പെട്ടെന്ന് വീണും, അപ്പൊ ഇഷാറത്താകും. അപ്പൊ വീണ്ടും ഖുർആൻ ഓതും. അങ്ങനെ ഒരു കാമല് നിന്നിട്ടൊരു ഖത്തം തീർത്തോവർ, ഒരൊറ്റ കാലിൽ നിന്നുകൊണ്ട് ഒരു ഖത്മുൽ ഖുർആൻ ഓതി തീർത്തു. ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇതാണ് മഹാന്മാരുടെ ജീവിതം. അവരവരുടെ ശരീരങ്ങളെ അതാ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ധാരാളമായി ചെലവഴിച്ചവരാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് സമർപ്പിച്ചവരാണ്. ശരീരത്തിൻ്റെ ഇച്ഛകളോട് അവർ എതിരായവരാണ്. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. മഹാനവറുകൾ പറയുന്നു, ഈ ആയത്ത് ഞാനങ്ങ് ചിന്തിച്ചപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലങ്ങ് ചിന്തിച്ചു, ഖുർആൻ പറഞ്ഞത് വളരെ സത്യമല്ലേ? അതുകൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛകളോടെല്ലാം ഞാൻ എതിരായി. എൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളോട് ഞാൻ ഒരിക്കലും തന്നെ അംഗീകരിച്ചില്ല. ഞാൻ അതിനോട് എതിരായി. ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എൻ്റെ ശരീരത്തെ ചെലവാക്കാൻ വേണ്ടി, ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. മഹാനവറുകൾ ഹാത്തിമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയുന്നു, മൂന്നാമത്തെ കാര്യം അൽ ഫായിദത്തു സാലിസ, മൂന്നാമത്തെ കാര്യം ഏതെന്നറിയുമോ? ഞാൻ ദുനിയാവിലേക്കങ്ങ് നോക്കി. ദുനിയാവിലേക്കങ്ങ് നോക്കുന്ന സമയത്ത് ഓരോ മനുഷ്യന്മാരും സുബ്ഹാനല്ലാഹ് യസ്ആ ഫീ ജംഇ ഹുതാമിദ് ദുനിയാ ثم يمسكه قابضا يده عليه. എത്ര മനുഷ്യന്മാരാണ് ഈ ദുനിയാവിങ്ങനെ സമ്പാദിക്കുന്ന തിരക്കിലാണ് അവർ. രാത്രിയും പകലും അവർക്ക് സമയമില്ല. രാത്രിയും അവർക്ക് ദുനിയാവിൻ്റെ പിന്നാലെയാണ് അവർ പോകുന്നത്. സമ്പാദ്യം. പകലും അവർ സമ്പാദ്യത്തിന് വേണ്ടി പോകുന്നു. എന്നിട്ടോ ധാരാളം സമ്പാദിച്ചു. കച്ചവടമായി, ബിസിനസ്സായി, പണം കൂടി. പിന്നെയും രണ്ടാമത്തെ ഷോപ്പ് എടുത്തു, മൂന്നാമത്തെ ഷോപ്പ് എടുത്തു, നാലാമത്തെ ഷോപ്പ് എടുത്തു. കച്ചവടം ഇങ്ങനെ പൊടിപൊടിക്കുന്നു. സമ്പത്ത് ഇങ്ങനെ വാരിക്കോരി അവനിക്ക് കിട്ടുന്നു. ഇതൊക്കെ കിട്ടുമ്പോഴോ അത് മുഴുവനും അവൻ്റെ കയ്യിൽ വെച്ച് നിൽക്കുന്നവൻ ചെലവാക്കുന്നില്ല, ആവശ്യത്തിന് കൊടുക്കുന്നില്ല. അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ സമ്പത്തിനെ ചെലവഴിക്കുന്നില്ല. റബ്ബിൻ്റെ മാർഗത്തിലേക്ക് അവൻ കൊടുക്കുന്നില്ല. അവൻ്റെ കുറേ സ്ഥലങ്ങൾ വാങ്ങിവെച്ചു, കുറേ കച്ചവടത്തിന് കൊടുത്തു, പിന്നെയും ഭൂമികൾ വാങ്ങുന്നു, ബിൽഡിങ്ങുകൾ വാങ്ങുന്നു, ഉണ്ടാക്കുന്നു എന്നല്ലാതെ ആവശ്യത്തിന് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കുന്നില്ല. പള്ളിക്ക് ആവശ്യമുണ്ട്, മദ്രസക്ക് ആവശ്യമുണ്ട്, ദീനീ സ്ഥാപനങ്ങൾക്ക് ആവശ്യമുണ്ട്, പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടതുണ്ട്. എത്രയോ പാവങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. അവൻ്റെ ഒരു വിഹിതം അതിലേക്ക് അവൻ മാറ്റിവെക്കാൻ തയ്യാറാകുന്നില്ല. ഇങ്ങനെ അവൻ സമ്പാദിക്കുക മാത്രമാണ്. ഇതങ്ങ് ഞാനങ്ങ് കണ്ടപ്പോൾ
ഫതഅമ്മൽതു ഖൗലഹു തആല, ഞാൻ അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലെ ഒരായത്തങ്ങ് ഞാനങ്ങ് ചിന്തിച്ചു, ഞാനങ്ങ് ഓർത്തു. ഏതാണ് ആയത്ത്? അല്ലാഹു പറയുന്നു, മാ ഇൻദകും യൻഫുദ് വമാ ഇൻദല്ലാഹി ബാഖ്. അല്ലാഹു തആല പറയുന്നു, മാ ഇൻദകും യൻഫുദ്, നിങ്ങളെ കയ്യിലുള്ള സ്വത്ത് അത് തീർന്നു പോകുന്നതാണ്, നിങ്ങളെ കയ്യിലുള്ള മുതൽ അത് തീരാനുള്ളതാണ്. വമാ ഇൻദല്ലാഹി ബാഖ്, അല്ലാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾ കൊടുത്തു വെക്കുന്ന മുതലുണ്ടല്ലോ, ആ റബ്ബിൻ്റെ അടുത്ത് നിങ്ങൾ കൊടുത്തു വെക്കുന്ന മുതല് അത് എന്നേക്കും ബാക്കിയാണ്. നിങ്ങളെ കയ്യിലുള്ളത് മുഴുവനും നശിഞ്ഞു പോകുന്നതാണ്. എന്ത് യാഥാർത്ഥ്യമാണിത്, എത്ര വലിയ സത്യമാണിത്, ചിന്തിക്കുന്നില്ലല്ലോ. നോക്കൂ നിങ്ങൾ, എത്ര മുതലാളിമാരാണ്, അവരെ സമ്പത്ത് ഇപ്പോൾ അവർക്ക് മുമ്പത്തെ പോലെ സമ്പത്തില്ല. കച്ചവടം ഫുൾ ഡൗണായി, വ്യാപാരങ്ങളൊക്കെ വിറ്റു, ഷോപ്പുകളൊക്കെ വിറ്റു, സ്ഥലങ്ങളൊക്കെ വിറ്റു. ഇപ്പൊ ജീവിതം ഐശത്തിന് വേണ്ടി എന്തെങ്കിലും തട്ടിമുട്ടി പോകുന്നത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാം പോകട്ടെ, ഒക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യമാണ്? മരണം വന്നാൽ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹങ്ങ് പോയാൽ ഈ സമ്പത്തിൽ ഒരവകാശവും ആ മനുഷ്യനിക്കില്ല. നിന്റെ കോടിക്കണക്കിന് സ്വത്തുക്കളില്ലേ, ബിൽഡിങ്ങുകളില്ലേ, ഭൂമികളില്ലേ, എസ്റ്റേറ്റുകളില്ലേ, അതിലൊന്നും അവകാശമില്ല. അതിൻ്റെ ഉടമസ്ഥത മാറിപ്പോയി, അതിൻ്റെ മാലിക്ക് വേറെ വന്നുപോയി. നിന്റെ റൂഹ് പിരിഞ്ഞാൽ ആ സ്വത്തിന് വേറെ അവകാശികൾ വന്നുപോയി. നാളെ നിന്റെ അടുക്ക റബ്ബിൻ്റെ അടുക്കൽ നിനക്ക് നോക്കാനൊന്നുമില്ല, കിട്ടാനൊന്നുമില്ല. അതുകൊണ്ട് നീ അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക്, അല്ലാഹുവിൻ്റെ പള്ളിയിലേക്ക്, അല്ലെങ്കിൽ മദ്രസയിലേക്ക്, ദീനീ സ്ഥാപനങ്ങളിലേക്ക്, അല്ലെങ്കിൽ പാവപ്പെട്ടവന്, രോഗിക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും കഷ്ടപ്പെടുന്നവന്, വിധവകൾക്ക്, യതീമുകൾക്ക്, അങ്ങനെ കഷ്ടപ്പെടുന്നവർക്ക്, രോഗികൾക്ക് എന്തെങ്കിലും നീ കൊടുത്തു വെച്ചിട്ടുണ്ടോ? ആ കൊടുത്തു വെച്ചത് നിന്റെ അക്കൗണ്ടിൽ ബാക്കിയാണ്. നീ മരിച്ചാലും നാളെ റബ്ബിൻ്റെ കോടതിയിൽ എത്തിയാലും അത് നിന്റെ മക്കൾക്ക് പോവൂല, അത് നിന്റെ ഭാര്യക്ക് പോവൂല, അത് നിന്റെ മരുമക്കൾക്ക് പോവൂല, അതൊരാൾക്കും നീങ്ങൂല. നീ കൊടുത്തു വെച്ചത് നിന്റെ അക്കൗണ്ടിൽ തന്നെ നാളെ റബ്ബിൻ്റെ കോടതിയിൽ നിനക്കത് ലഭിക്കുന്നതാണ്. അതേ സ്ഥാനത്ത് നീ കെട്ടിക്കൂട്ടി വെച്ചതോ നിന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പോവലോടുകൂടെ അതിനക്ക് അവകാശികൾ വേറെ വന്നുപോയി. പിന്നെ ആ മക്കൾ 1,00,000 സ്വതക്ക ചെയ്താലും 1 കോടി സ്വതക്ക ചെയ്താലും അത് നിന്റേതല്ല, അത് മക്കളുടേതാണ്. അതിൻ്റെ കൂലി നിന്റെ മക്കൾക്കാണ്, അതിൻ്റെ കൂലി നിന്റെ സന്തതികൾക്കാണ്. നിനക്കതിൻ്റെ പ്രതിഫലമില്ല. കാരണം നീ നിന്റെ ജീവിതത്തിൽ കൊടുത്തിട്ടില്ല. നീ കെട്ടിക്കൂട്ടി വെച്ചെന്നല്ലാതെ, നീ കൊടുത്തിട്ടിൽ, നിന്റെ മക്കൾ കൊടുത്ത ആ മക്കൾക്ക് കിട്ടി എന്നല്ലാതെ നിനക്കതുകൊണ്ടൊരു ഉപകാരവും കിട്ടൂല കേട്ടോ. മാ ഇൻദകും യൻഫുദ് വമാ ഇൻദല്ലാഹി ബാഖ്. അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് നീ കൊടുത്തു വെച്ചത്, റബ്ബിൻ്റെ ആ വലിയ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നീ കൊടുത്തു വെച്ചത്, അല്ലാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് നീ നല്ല കാര്യങ്ങൾക്ക് കൊടുത്തു വെച്ചത്, അത് നിന്റെ അക്കൗണ്ടിൽ തന്നെ ബാക്കിയാണ്. ഒമാ ഇൻദല്ലാഹി ബാഖ്, അത് ബാക്കി തന്നെയാണ് കേട്ടോ. എത്ര നല്ല ഉപദേശമാണ്. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഫബദൽതു മഹ്സൂലി മിനദ് ദുനിയാ, എൻ്റെ അടുത്ത് കുറച്ചും ദുനിയാവുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് ദുനിയാവിൻ്റെ കുറച്ചും കാര്യങ്ങളുണ്ടായിരുന്നു. അത് മുഴുവനും ഞാൻ മാറ്റി ലിവജ്ഹില്ലാഹി തആല, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ അതിനെ ചെലവഴിച്ചു. ഫഫറഖ്തുഹു ബൈനൽ മസാകീൻ, മിസ്കീന്മാരായ ആളുകൾക്ക് ഞാൻ അത് വീതിച്ചു ഓഹരി വെച്ചു കൊടുത്തു. ലിയകൂന ദുഖറല്ലി ഇൻദല്ലാഹി തആല, നാളെ റബ്ബിൻ്റെ അടുക്കൽ എനിക്കത് വലിയ പ്രതിഫലമായി കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാനതിനെ പാവങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വതക്ക ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട ഹാത്തിമുൽ നസം റളിയല്ലാഹു അൻഹു പറയുകയാണ്.